മലബാറിലെ മഹാക്ഷേത്രങ്ങളിൽ വളരെ പ്രമുഖമായ ഒരു ആരാധനാലയമാണ് മണികണ്ഠേശ്വരം ഉമാമഹേശ്വരൻ ക്ഷേത്രം. ഭൂലോക വൈകുണ്ഠമെന്ന് കേൾവികേട്ട ഗുരുവായൂരിന് വടക്കുമാറി ഗുരുവായൂർ പൊന്നാനി ദേശീയപാതയിൽ വടക്കേക്കാട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവനും പാർവതിയും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ശിവകുടുംബ ക്ഷേത്രമാണ്. അനുഷ്ഠാന ക്രമീകരണവും പ്രതിഷ്ഠാ പ്രാധാന്യവും ഏറെയുള്ള ഈ ക്ഷേത്രം അതിപുരാതനവും അതിലേറെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്നതുമാണ്. തെക്കൻ കാശിയായാണ് ഭക്തർ ഈ ക്ഷേത്രത്തെ കാണുന്നത്. ക്ഷേത്രത്തിന് 1500-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്നുണ്ട്. എന്നാൽ അതിലും പുരാതനമാണ് ക്ഷേത്രത്തിൻ്റെ മൂലകേന്ദ്രമെന്ന് കരുതുന്നു. മാതൃദായക സങ്കല്പത്തിൽ അധിഷ്ഠിതമായ അമ്മക്കാവാണിത്. ഉമാമഹേശ്വരൻ ക്ഷേത്രത്തിൻ്റെ തെക്കു വടക്കു പടിഞ്ഞാറു ഭാഗത്ത് പാലമരച്ചോട്ടിൽ സ്ഥിതി ചെയ്യുന്ന മൂലക്ഷേത്രം പാലക്കൽക്കാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിവിശാലമായ ജലവിധാനത്തിലേക്ക് ദൃഷ്ടിയൂന്നിയുള്ള ദേവി ആദിഗോത്ര പാരമ്പര്യത്തിലധിഷ്ഠിതമായ അമ്മക്കാവുകളുടെ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. ക്ഷിപ്രകോപിയും എന്നാൽ ഉദ്ദിഷ്ട വരദായികയുമായ മൂലപ്രകൃതി ജലദുർഗയാണ് പാലക്കൽക്കാവിലമ്മ. ഭാരതീയ അമ്മ ദൈവസങ്കല്പത്തിലെ ദേവതകളായ ദുർഗയും കാളിയും ചാമുണ്ടിയും കാർഷിക ദേവതകളാണെന്നിരിക്കെ പാലക്കൽക്കാവും കൃഷിയുമായി ബന്ധപ്പെടുന്ന കൃഷിവല സംസ്കാരത്തിൻ്റെ വിശ്വാസ തുടർച്ചയായി തന്നെയാണ് നിലനിൽക്കുന്നത്. മുൻകാലത്ത് കൂറ്റൻ പാലമരച്ചോട്ടിലായിരുന്നു അമ്മയുടെ മൂലസ്ഥാനം നിർണയിക്കപ്പെട്ടിരുന്നത്. കലാന്തരെ മഴയും വെയിലും ഏൽക്കാവുന്ന വിധത്തിൽ മേൽക്കൂരയില്ലാതെ പാലമരച്ചോട്ടിലൊരു ക്ഷേത്രമായി രൂപാന്തരപ്പെടുകയായിരുന്നു. മകരത്തിലെ ആദ്യത്തെ ചൊവ്വയാണ് ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നത്. എന്നാൽ ശിവനും പാർവതിയും ഒരേ ശ്രീകോവിലിൽ അധിവസിക്കുന്ന ശിവകുടുംബ ക്ഷേത്രം എന്ന നിലയിലാണ് മണികണ്ഠേശ്വരം ക്ഷേത്രം പ്രാധാന്യമർഹിക്കുന്നത്. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ തമിഴ് ദേശത്തിലെ മയിലാടുംതുറയിലെ ശിവപാർവതി ചൈതന്യമാണെന്നിരിക്കെ തലൈക്കാവേരിയും മലയാള നാട്ടിലെ അമ്മക്കാവുകളും എന്ന പോലെ കൊടുങ്ങല്ലൂരും ചെന്തമിഴ് മധുര മീനാക്ഷിയും എന്ന പോലെ മണികണ്ഠേശ്വരത്തെ ഉമയും ശ്രീ പരമേശ്വരനും തമിഴ് ദേശത്തിലെ കാഞ്ചീപുരവുമായി തുടർച്ചയുണ്ട് എന്നും അനുമാനിക്കാവുന്നതാണ്. കാഞ്ചീപുരത്തെ അതിപുരാതന ശിവകുടുംബക്ഷേത്രം മണികണ്ഠേശ്വരൻ ക്ഷേത്രം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൻ്റെ അതിരണി മല കടന്നെത്തിയ തമിഴ് വംശ സംസ്കാരത്തോടൊപ്പം ഈ മണ്ണിലും വേരുപടർത്തിയ ദ്രാവിഡ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി തന്നെയാകാം മണികണ്ഠേശ്വരം ക്ഷേത്രവും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 1000-ഓളം ഏക്കർ ഭൂമിയുടെ ഉടയോനായിരുന്നു മണികണ്ഠേശ്വരത്തപ്പൻ. ഒപ്പം കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെയും പൊന്നാനി തൃക്കാവ് കൊട്ടാരത്തിൻ്റെയും പ്രത്യേക ശ്രദ്ധയും നിയന്ത്രണവും സാമൂതിരി രാജ്യത്തെ തെക്കനതിരിലെ പ്രമുഖ രാജാധികാര സ്ഥാനവും മണികണ്ഠേശ്വരം ക്ഷേത്രത്തിനുണ്ടായിരുന്നു എന്ന് ചരിത്ര രേഖകളും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഘടനയും സാക്ഷ്യപ്പെടുത്തുന്നു. സാമൂതിരിയും ടിപ്പു സുൽത്താനുമായുള്ള യുദ്ധത്തിൽ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇംഗ്ലീഷുകാരനായ വിശ്വചരിത്രകാരൻ വില്യം ലോഗൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആനപ്പള്ള മതിലും ഒറ്റക്കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ക്ഷേത്രഗോപുരവും ചിറയും ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ ഗരിമയും സാമൂഹിക സ്ഥാനവും വിളിച്ചോതുന്നവ തന്നെയാണ്. പല കാലങ്ങളിൽ സാമൂതിരിയുടെയും കൊച്ചിയുടെയും സാമന്തരാജ്യങ്ങളായിരുന്ന ഇലിയങ്ങാട്ട്, ചിറളയം, മണക്കുളം എന്നീ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാസ്ഥാനം അലങ്കരിച്ചിരുന്നത്. ഇന്ന് മലബാർ ദേവസ്വം ബോർഡിനാണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 3000-ഓളം കുടുംബങ്ങളുടെ ധർമ്മദൈവമാണ് മണികണ്ഠേശ്വരത്തപ്പൻ. പടിഞ്ഞാറോട്ട് മുഖമായി ശിവനും ഭഗവാന്റെ ഇടതുവശം ചേർന്ന് പാർവതീദേവിയും ഉപവിഷ്ടരായിരിക്കുന്ന ഒറ്റ ശ്രീകോവിൽ പ്രതിഷ്ഠ അപൂർവങ്ങളിൽ അപൂർവമാണ്. തൊട്ടടുത്തു തന്നെ വടക്കുവശത്ത് വട്ടശ്രീകോവിലിൽ ശിവലിംഗ പ്രതിഷ്ഠയും പ്രധാന ശ്രീകോവിലിന് പുറത്ത് ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ വിഘ്നേശ്വരനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഉഗ്ര കോപമൂർത്തിഭാവത്തിലുള്ള വടക്കേ ശിവനെ ഉമയുടെ സാമീപ്യത്താൽ ശാന്തനാക്കുന്നു എന്നതാണ് പ്രതിഷ്ഠകളുടെ സങ്കല്പം. മൂലക്ഷേത്രത്തിലെ ശാക്തേയഭാവമുള്ള അമ്മ ശിവ സാമീപ്യത്താൽ ശാന്ത സ്വരൂപിണി ഉമയായി മാറുന്നു. തിരുവാതിര ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ, ഉമാമഹേശ്വര പൂജ എന്നിവയും വളരെ പ്രധാനമാണ്. മീനത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദേവിക്ക് താലപ്പൊലിയായി ആഘോഷിക്കുന്നു. അന്ന് കളംപാട്ടോടുകൂടി ദേശം ഭക്ത്യാദരപൂർവ്വം മുറിതേങ്ങയിലെരിയുന്ന എള്ളെണ്ണ വെട്ടത്തിൽ നിറതാലമൊരുക്കി ആഘോഷിക്കും.
അന്നേ ദിവസം ക്ഷേത്രത്തിനകത്ത് തീർക്കുന്ന ഭഗവതിക്കളവും പാട്ടും പാലക്കൽ അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. കാലത്ത് വലന്തലച്ചണ്ടയുടെ ഒറ്റക്കോൽ താളത്തിൽ പാലക്കലമ്മയെ ശിവപാർവതി സന്നിധിയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ഉച്ചയ്ക്ക് കൊമ്പനാനപ്പുറത്ത് 5 വാദ്യങ്ങളുടെ അകമ്പടിയോടെ തിരുവളഞ്ഞൂർ തേവരെയും ചിറക്കിക്കരെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ടാണ് പകൽ പൂരാരംഭം. തെക്കേക്കാട്, തിരുവളയന്നൂർ, വടക്കേക്കാട് എന്നീ ദേശങ്ങളുടെ സംഗമ കേന്ദ്രമാണ് മണികണ്ഠേശ്വരം ക്ഷേത്രം. പുലർച്ചെ ക്ഷേത്രം ചിറ പ്രദക്ഷിണത്തോടെ താലപ്പൊലി പൂർണ്ണമാകും. ചുറ്റമ്പലത്തിന് പുറത്ത് കിരാതമൂർത്തിയായ വേട്ടക്കരൻ ക്ഷേത്രമുണ്ട്. സാക്ഷാൽ ശിവഭഗവാന്റെ വിവിധ ഭാഗങ്ങൾ ഒന്നായി ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ് മണികണ്ഠേശ്വരം ഉമാമഹേശ്വരൻ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. രൗദ്രഭാവമുള്ള വടക്കേ ശിവനും ലാസ്യഭാവത്തിലുള്ള ഉമാമഹേശ്വര പ്രതിഷ്ഠയും നായാട്ടുരൂപത്തിലുള്ള നീല നിറമാർന്ന മയിൽപ്പീലി ചൂടിയ കിരാതമൂർത്തി പ്രതിഷ്ഠയും ഒന്നാകുന്ന ഈ ക്ഷേത്രത്തിൽ മീനത്തിലെ ആദ്യത്തെ വ്യാഴം വേട്ടക്കരന് കളവും പാട്ടും നാളികേര സമർപ്പണ ചടങ്ങുകളും നടക്കും. വിസ്മയവും അയോധനകലാ സങ്കേതവും സന്നിവേശിപ്പിക്കുന്ന വേട്ടക്കരൻ പാട്ട് കളംപാട്ടു കലാകാരന്മാരിലെ അന്തരാളർ എന്നറിയപ്പെടുന്ന കല്ലാട്ട് കുറുപ്പന്മാരാണ് കർമ്മികളായി നിയന്ത്രിക്കുന്നത്. വേദത്രയത്തിൻ്റെ സ്വരൂപനും ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നവനും 3 ലോകങ്ങളുടെ നാഥനും ദയാപരനും യോഗീശ്വരന്മാരുടെ ഹൃദയകമലത്തിൽ വസിക്കുന്നവനുമായ കിരാതമൂർത്തിയെ ദർശിക്കുന്നതും കളംപാട്ടിൽ പങ്കുചേരുന്നതും വലിയ പുണ്യമായാണ് കരുതുന്നത്. കിരാത പാർവതി പൂജ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. മതിലിനു പുറത്ത് വടക്കു പടിഞ്ഞാറു ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ശിവപാർവതി സാമീപ്യത്താൽ സാക്ഷാൽ കാനനവാസനുണ്ട്. സാധാരണ ശാസ്താപ്രതിഷ്ഠകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മൂലമന്ത്രം ഇതിന് തെളിവാണ്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് പൂർവ്വകാലത്ത് കാവ് നിലവിലുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ദേശത്തിൻ്റെ പേരു തന്നെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. മണികണ്ഠൻ്റെ ഈശ്വരൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ആ ഭൂമിയാണ് മണികണ്ഠേശ്വരമായി മാറുന്നത്. ധനുമാസത്തിൽ ക്ഷേത്രത്തിൽ ശാസ്താപാട്ടും വിളക്കും പ്രധാന ചടങ്ങാണ്. വലിയ തടാകത്തിനു സമാനമായ ക്ഷേത്രം ചിറ, അരയാലും പേരാലും ശിഖരമുയർത്തി നിൽക്കുന്ന ആൽത്തറകൾ, കാനിരം, നെല്ലി, അത്തി, ഇത്തി, ഞാവൽ, കരിങ്ങാലി, കരിമരം തുടങ്ങി അശ്വതി മുതൽ രേവതി വരെയുള്ള 27 ജന്മനക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങൾ ഉൾച്ചേരുന്ന ജന്മനക്ഷത്ര വൃക്ഷക്കാവ്, പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവജാലങ്ങൾക്ക് ആശ്രയകരമാകുന്ന വിശ്വാസത്തെ ചേർത്തുപിടിക്കുക എന്ന ആനന്ദദായകമായ ഭഗവത് സാക്ഷാത്കാരം വൃക്ഷലതാദികളും ക്ഷേത്രവും ദേശവും ചേർത്ത് വയ്ക്കുന്ന ഈ ഈശ്വരീയ ക്ഷേത്രം ഭൂമിയിലെ അമൂല്യമായ ചൈതന്യസ്ഥാനം തന്നെയാണ്. മഹാകവി വള്ളത്തോൾ നാരായണമേനോനടക്കം പ്രമുഖരായ മഹാമാനുഷർ വിജയദശമി നാളിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്ന് നൽകിയിരുന്നതിൻ്റെ തുടർച്ചയായുള്ള സരസ്വതീ പൂജയും എഴുത്തിനിരുത്തലും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ്.